സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഭർതൃവീട്ടുകൾ ബോഡി ഷെയിം ചെയ്യുന്നത് ക്രൂരതയ്ക്ക് തുല്യമാണെന്ന് അടുത്തിടെ കേരള ഹൈക്കോടതി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 498A പ്രകാരം ഭർതൃവീട്ടുകാർ ബോഡി ഷെയ്മിംഗ് ചെയ്യുന്നത് ക്രൂരതയാകുമെന്ന് കേരള ഹൈക്കോടതി അടുത്തിടെ വിധിച്ചിരുന്നു. ജസ്റ്റിസ് എ ബദറുദ്ദീൻ എന്നിവരടങ്ങിയ സിംഗിൾ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. ശ്രദ്ധേയമായി ഭർത്താവും പിതാവും സഹോദരന്റെ ഭാര്യയും ചേർന്ന് ദാമ്പത്യ ക്രൂരത കാണിച്ചതായി ഒരു സ്ത്രീ പരാതിപ്പെട്ടു. ബാറും ബെഞ്ചും റിപ്പോർട്ട് ചെയ്തു. തനിക്കെതിരായ പരാതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരന്റെ സഹോദരന്റെ ഭാര്യ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ബെഞ്ച് തള്ളി. താൻ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയായതിനാൽ സെക്ഷൻ 498A പ്രകാരം ബന്ധു എന്ന പദത്തിന്റെ പരിധിയിൽ വരില്ല എന്ന വാദം അവർ മുന്നോട്ട് വെച്ചിരുന്നു. മാതാപിതാക്കൾ, കുട്ടികൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, പങ്കാളികൾ എന്നിവരുൾപ്പെടെ രക്തബന്ധമോ വിവാഹബന്ധമോ ഉള്ളവരെ മാത്രമേ ഈ വകുപ്പിന് കീഴിൽ ബന്ധുക്കളായി കണക്കാക്കൂ എന്നാണ് വാദിച്ചത്. യു സുവേദ വേഴ്സസ് സ്റ്റേറ്റ് ആൻഡ് ഓർസ് കേസിലെ സുപ്രീം കോടതിയുടെ വിധിയാണ് ഹർജിക്കാരൻ വാദിച്ചത്. എന്നാൽ പരാതിക്കാരിയായ മാട്രിമോണിയൽ ഹോമിൽ തന്നെയാണ് ഹർജിക്കാരിയും താമസിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി. വിവാഹിതയായ സ്ത്രീ അവരുടെ ഇണകളോടൊപ്പം ഭർത്താവിന്റെ സഹോദരങ്ങളും താമസിക്കുന്ന മാട്രിമോണിയൽ ഹോമിൽ താമസിക്കാൻ തുടങ്ങുമ്പോൾ സഹോദരങ്ങളുടെ ഇണകൾ ബന്ധു എന്ന നിർവചനത്തിന് കീഴിൽ വരില്ലെന്ന് കരുതാനാകില്ല. IPCC സെക്ഷൻ 498A പ്രകാരം മാധ്യമ സ്ഥാപനം ഉദ്ധരിച്ച് കോടതി പറഞ്ഞു. ഇത്തരം സാഹചര്യങ്ങൾ ഒരു ഭർത്താവിന്റെ ബന്ധുവായ ഭർത്താവുമായി ബന്ധപ്പെട്ട മാട്രിമോണിയൽ ഹോമിൽ താമസക്കാരും ഉൾപ്പെടുന്നു. അതായത് വ്യക്തിയുടെ അമ്മ, അച്ഛൻ, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ ഒരു മകൻ, മകൾ, സഹോദരൻ, സഹോദരി, മരുമകൻ, അല്ലെങ്കിൽ വ്യക്തിയുടെ മരുമകൾ, അല്ലെങ്കിൽ വ്യക്തിയുടെ ഒരു ചെറുമകൻ അല്ലെങ്കിൽ കൊച്ചുമകൾ, അല്ലെങ്കിൽ മാട്രിമോണിയൽ ഹോമിൽ താമസിക്കുന്ന ഭർത്താവിന്റെ സഹോദരങ്ങളുടെ ഭാര്യ അതിൽ കൂട്ടിച്ചേർത്തു. ബോഡി ഷെയ്മിംഗ്, പരാതിക്കാരിയുടെ മെഡിക്കൽ ബിരുദം ചോദ്യം ചെയ്യൽ എന്നിവ ഹർജിക്കാരനെതിരെയുള്ള ആരോപണങ്ങളാണ്.